ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ സ്ഥാപനമാണ് ട്വിറ്റർ. അത് പക്ഷേ നല്ല വാർത്തകൾ കൊണ്ടല്ല, പ്രതിസന്ധി ഉണ്ടാകുന്നു, ആളുകളെ പിരിച്ചുവിടുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഇതാ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കൂടി രാജി തുടരുകയാണ്. ട്വിറ്ററിൽ പ്രയാസമേറിയ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇപ്പോൾ ട്വിറ്റർ സ്വന്തമാക്കിയിട്ടുള്ള എലോൺ മസ്ക് തന്നെ പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ വഴി പണം എത്തിയില്ല എങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് കൂടി മസ്ക് പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്നും രാഹുൽ ജി നാഥ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ ട്വിറ്റർ ബ്ലൂടിക്ക് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്ര ഒരു പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണോ ഈ മസ്ക് ഇത് വാങ്ങിയെന്നും നമുക്ക് സംശയം തോന്നുന്നു. എന്താണ് ശരിക്കും നടക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മസ്ക് ഈ ട്വിറ്ററിൻ്റെ ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മധുരം പുരട്ടിയ വാർത്തകളൊന്നും എനിക്ക് പങ്കുവയ്ക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ 100% സാധൂകരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ രാജി, അതും പ്രധാനപ്പെട്ട പദവികളുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ രാജിയുടെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ട്വിറ്റർ കമ്പനിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് എലോൺ മസ്ക് തന്നെ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വരുമാനം ഉയർന്നില്ലെങ്കിൽ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധി വലിയ രൂക്ഷമായി നിൽക്കുന്നു. രണ്ട്, അദ്ദേഹം ഈ സാമ്പത്തിക പ്രതിസന്ധി കടന്നു വരാൻ വേണ്ടി ഇലോൺ മസ്ക് നടത്തുന്ന ഈ പറയുന്ന നിലപാടുകളോട് യോജിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഈ ജീവനക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിന് ശേഷം പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ജീവനക്കാരെ പിരിച്ചുവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അത് നമ്മൾ വാർത്തയായി നൽകിയതാണ്. ശേഷം നേരത്തെ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ ട്വിറ്ററിൽ വെരിഫൈഡ് അക്കൗണ്ടുകൾക്ക് പണം ഈടാക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഐഫോണുകളിൽ അത് ആദ്യം വരുമെന്നും ഇന്ത്യയിലെ ഐഫോണുകളിൽ ഒരു പോപ്പപ്പ് ഇന്നലെ വന്നിരുന്നു. അതായത് ഐഫോണുകളിൽ ഒരു പരസ്യം പോലെ വന്നിരുന്നു. അതായത് 719 രൂപ വെരിഫൈഡ് അക്കൗണ്ടുകൾക്ക് പ്രതിമാസം നൽകേണ്ടി വരും എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ട്വിറ്ററിന് 719 രൂപ മാസം കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്, ഇത് താങ്ങാനാകാത്തതിൻ്റെ അപ്പുറത്തേക്കാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് എലോൺ മസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ വർക്ക് ഫ്രം ഹോം, അതായത് കമ്പനിയിൽ നിന്ന് മാറി നിന്നുള്ള വർക്കും അദ്ദേഹം ഇനി മുതൽ അംഗീകരിക്കില്ല എന്ന് തുടങ്ങിയ ഈ പറയുന്ന കുറേ പരിഷ്കാരങ്ങൾ ഇലോൺ മസ്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പറയുകയാണ്. വലിയ പ്രതിസന്ധി, ട്വിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമ്പത്തിൻ്റെയും കൂടെ വലിയൊരു ഉറവിടം എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്താണ് ഈ പ്രതിസന്ധികൾ വരുന്നത്. ഇതിനൊപ്പം ചേർത്ത് വായിക്കാവുന്ന മെറ്റ ഒരുപാട് പേരെ പിരിച്ചുവിടുന്നത്. 2 ദിവസം മുമ്പ് കാനഡയിലേക്ക് ജോലിയുമായി മെറ്റയിൽ ജോലി എത്തിയ ഇന്ത്യക്കാരന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജോലി പോയ വാർത്തയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശുഭകരമായ വാർത്തകൾ വരട്ടെ, നന്നായി കാര്യങ്ങൾ പോസിറ്റീവായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.